ഹായ് ഓൾ, ഇതെന്താണെന്നറിയോ? ഇതാണ് കേട്ടോ ഗ്യാതറിങ് ഫോട്ട്. നമ്മൾ ടേബിൾ ടോപ്പ് മെഷീനിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഗ്യാദേഴ്സ് ഇടാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നോർമൽ ഫുട്ടുകളൊക്കെ ഇതിൽ നമുക്ക് ബാക്കിലൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഊരി കൊടുക്കാൻ പറ്റും. പക്ഷേ ഗ്യാതറിങ് ഫുട്ട് നമുക്ക് ഇതിൻ്റെ ഇവിടെ ഉള്ളൊരു ചെറിയൊരു സ്ക്രൂ ലൂസാക്കിയാൽ മാത്രമാണ് നമുക്കത് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കത് സ്ക്രൂ ഒന്ന് ലൂസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ആ സ്ക്രൂ ഒന്ന് അഴിച്ച് അവിടുത്തെ ആ ഒരു ഭാഗം മാറ്റി കൊടുത്തതിന് ശേഷം ആ ഒരു ഗ്യാപ്പിൽ ഈ ഒരു ഫുട്ട് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈസിയാണ് യൂസ് ചെയ്യാനൊക്കെ. ഇത് ടേബിൾ ടോപ്പ് മെഷീനിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഉഷയുടെ ജെനോം വാട്ടർ സ്റ്റിച്ച് പ്ലസ് മെഷീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഫുട്ട് യൂസ് ചെയ്യുന്നത് ഗ്യാദേഴ്സ് ഇടാൻ വേണ്ടിയിട്ടാണ്. അതായത് ചെറിയ ചെറിയ ഫ്രില്ല്, നമ്മളിപ്പോൾ ലെയേർഡ് ടോപ്പ് ഗൗണ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഫ്രിൽസ് ഇടാൻ വളരെ ഈസി ആയിട്ട് ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസാണ് ഞാൻ കാണിക്കുന്നത്. ഇതിന് ഒരു യൂസും കൂടി ഉണ്ട്, അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ആ ഫൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ സെലക്ടർ നമുക്ക് നോർമൽ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിൽ ഞാൻ എയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് ഒരു 3 to 4 ബിറ്റ്വീൻ ആക്കി കൊടുക്കുക. അതുപോലെ ടെൻഷൻ ഒരു 4 ആക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ സാധാ പോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. പിന്നെ നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ അനുസരിച്ചിട്ട് അതിൻ്റെ ഫ്രില്ലിന് കുറച്ച് ഡിഫറൻസസ് വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാനിവിടെ ഒരു ക്രേപ്പ് മെറ്റീരിയലിലാണ് കാണിച്ചു തരുന്നത്. ജസ്റ്റ് സാധാ പോലെ ഒന്ന് അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് പതിയെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ വലിച്ച് പിടിക്കുകയൊന്നും വേണ്ട. അത് നോർമലായിട്ട് തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ജസ്റ്റ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ക്ലോത്ത് നീങ്ങുന്നില്ലെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ വലിച്ച് പിടിക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ അത് വരും. നമ്മൾ എടുക്കുന്ന ക്ലോത്ത് അനുസരിച്ചിട്ട് ഫ്രില്ലിൻ്റെ വലിപ്പത്തിന് വ്യത്യാസം ഉണ്ടാവും. ഇതൊരു ചെറിയൊരു ഫ്രില്ലാണ് കേട്ടോ ഇതിൽ വരാം. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഫ്രില്ലിടാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വലിയ സ്റ്റിച്ച് ഇട്ടിട്ട് നൂല് വലിച്ചൊക്കെ ഫ്രില്ലിടേണ്ടി വരില്ല. ആ ഒരു പ്രശ്നം ഇതിലുണ്ടാവില്ല. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫുഡ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.